നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 18/6/2025 ബുധനാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില RSS-5 50 പൈസയാണ് കൂടിയിരിക്കുന്നത്. വെളിച്ചെണ്ണ വളരെ റെക്കോർഡ് നിലവാരത്തിലാണ് നിൽക്കുന്നത്. കൊപ്ര കിട്ടാനുമില്ല, അതുകൊണ്ട് വെളിച്ചെണ്ണ ഏറ്റവും കൂടിയ ഉയരത്തിൽ നിൽക്കുന്നു. ഇനി റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില RSS-4 കിലോ 198, RSS-5 195, ISNL കിലോ 176, ലാറ്റക്സ് 60% DRC 142 65 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS-4 കിലോ 198, RSS-5 195. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 188, ലോട്ട് 176 മുതൽ 181, 80% DRC ഉള്ള ഒട്ടുപാൽ 131, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 198. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS-4 കിലോ 190, RSS-5 കിലോ 187, ISNL 172 മുതൽ 173 രൂപയാണ്. ഒട്ടുപാൽ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 112 മുതൽ 122 രൂപയാണ്. ഇന്നത്തെ വിലയിൽ RSS-5 50 പൈസയാണ് കൂടിയിരിക്കുന്നത്. ഒട്ടുപാൽ 2 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. ഇന്നാരും ടാപ്പിങ്ങിന് ഇറങ്ങിയില്ല. ഇന്നലെയും കനത്ത മഴയായതുകൊണ്ട് ഇന്നാരും ടാപ്പിങ്ങിന് ഇറങ്ങിയില്ല. ചില കവറിട്ട മരങ്ങൾ ചില ആൾക്കാർ വെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ടാപ്പിംഗ് ചെയ്യാത്തത് കൊണ്ട് തൊഴിലാളികൾ വളരെ ദുരിതത്തിലാണ്. അവർക്ക് ഡെയിലിയുള്ള ചിലവിനും മറ്റും കുടുംബകാര്യങ്ങൾ ചിലവിനും പറ്റാതെ വരികയാണ്. അവർ വളരെ വിഷമത്തിലുമാണ്. കേരളത്തിലെ മറ്റ് വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, വെളിച്ചെണ്ണ ലിറ്ററിനും 420, കൊപ്ര എടുത്തപടി 232 ഏറ്റവും കൂടിയ വില നിൽക്കുകയാണ്. കൊക്കോ 280 മുതൽ 440, കശുവണ്ടി 116, അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടിക്കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 220. കുരുമുളക് അൺഗാർബിൾഡ് കിലോ 657, ഗാർബിൾഡ് കിലോ 677, കുരുമുളക് പുതിയത് കിലോ 647. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണ 22 ക്യാരറ്റ് 1 ഗ്രാം 9200, 1 പവൻ 73,600, 24 ക്യാരറ്റ് നോക്കുമ്പോൾ 1 ഗ്രാം 10,037, 1 പവൻ 80,296. വളരെ പ്രതീക്ഷയോടെ പോയ വിമാനത്തിൽ കയറിയ ദുരന്തം സംഭവിച്ച അഹമ്മദാബാദിലെ പ്ലെയിൻ ദുരന്തത്തിൽ മരിച്ചവർക്ക് ടാറ്റ കമ്പനി 1 കോടി രൂപയാണ് ഓരോരുത്തർക്കും പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് മരിച്ചത്. അതിൽ മരണമടഞ്ഞ ഒരു മലയാളിയാണ് രഞ്ജിത. നേഴ്സിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പാവപ്പെട്ട കുടുംബത്തിലെ തൻ്റെ വീട് വയ്ക്കാനും മറ്റും സ്വപ്നം കണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയ രഞ്ജിതയ്ക്ക് അവസാനം വിധിക്ക് കീഴടങ്ങേണ്ടി വന്നു. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ടതിൽ വളരെയധികം നന്ദി.